ടു മൈ യൂട്യൂബ് ചാനൽ റിച്ചാ ടോപ്പ് 10. അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു അതിമനോഹരമായ ഒരു ടേബിൾ ലൈറ്റ് ആണ്. വളരെ ചിലവ് കുറഞ്ഞും ഏറ്റവും കുറഞ്ഞ സമയത്തിലാണ് നമ്മളത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ പണികളെന്ന് ഇതിനൊക്കെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് LED ഘടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഷാമ്പൂവിൻ്റെ ചെപ്പാണ്. നിങ്ങൾക്ക് ഏത് ചെപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു വയറുകൾ ഇടാൻ ഒരു ഹോളും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ LED-യുടെ ഒരു ഫ്രെയിം ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ LED-യുടെ ഫ്രെയിം. അതോടെ രണ്ട് വയറോടെയും കൂട്ടി ഒത്തിരി വലിയ വയറാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിൽ ഒരു ഡബിൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഒട്ടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഹോളിയോടെ ഈ വയറ് കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ വയർ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും അധികം ഭംഗിയൊന്നും ചെയ്യണില്ല. ഇങ്ങനെ വരുമ്പോൾ LED നമ്മൾ കാണുന്നില്ല. അപ്പോൾ അധികം ഭംഗിയൊന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ടേബിൾ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടത് 3 ഇതുപോലത്തെ T ഷേപ്പിലുള്ള കണക്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ 7.5 സെൻറ്റിമീറ്റർ നീളമുള്ള 2 PVC പൈപ്പ് ആണ് നമുക്ക് ആവശ്യമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റത്തെ T ഷേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലത്തെ പോയിന്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ T ഷേപ്പ് എടുത്തിട്ട് സൈഡിലത്തെ പോയിന്റിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അടുത്ത 7.5 സെൻറ്റിമീറ്ററുള്ള PVC എടുത്ത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ ഈ ഭാഗമാണ് മിഡ് പോയിൻ്റാണ് നമ്മൾ കയറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു അവസ്ഥയിലാവും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് ഒരു പൈപ്പ് കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇങ്ങനെ സൈഡിലേക്കൊരു ഇത് കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇതുപോലത്തെ ഇതിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ പൈപ്പ് എങ്ങനെയാണ് വളച്ചെടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അടിയിൽ നിന്ന് ചൂട് കൊടുത്ത് ജസ്റ്റ് വളച്ചെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിൾ ഇങ്ങനെ വരുമ്പോൾ LED ഇതുപോലെ വരുമ്പോൾ അടിക്ക് പ്രകാശം വരാനാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. വയറിഞ്ഞ് ഓരോന്നിൻ്റെ ഉള്ളിയോടെ നമുക്ക് കടത്തി കൊടുക്കാം. അപ്പോൾ വയറ് ഉള്ളിയോടെ ആകുമ്പോൾ അതിൻ്റേതനുസരിച്ചിട്ടുള്ള ഭംഗി കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പൈപ്പോടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ വയറ് അടുത്ത PVC പൈപ്പോടെയാണ് കടത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോൾ എടുത്തിട്ടുണ്ട്. ആ ഹോളോടെയാണ് നമ്മളിനി വയറ് പുറത്തേക്ക് എടുക്കേണ്ടത്. വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതും ജോയിൻ ചെയ്യുക. ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പവർ കൊടുക്കണ ഇതോടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിലേക്ക് നമ്മൾ പവർ കൊടുക്കുന്നത് 9 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടല്ല, പകരം ചാർജറിൻ്റെ പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് പവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമ്മൾ ചാർജറിൻ്റെ ഇത് കണക്ട് ചെയ്ത് ജസ്റ്റ് കറണ്ടിലേക്ക് കുത്തിയാൽ നമ്മുടെ ടേബിൾ ലൈറ്റ് പവർ ഓൺ ആയിക്കോളും. അപ്പോൾ നമ്മൾ 2 വയറ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഈ 2 വയറ് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. നമ്മൾ വളരെ ചിലവ് കുറച്ചിട്ടും അതുപോലെ തന്നെ സമയലാഭത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക്. അപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇരുട്ടുള്ള ഒരു റൂമിലേക്ക് വന്നിരിക്കുകയാണ് ടെസ്റ്റിങ്ങിന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നല്ല രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ടേബിളിൽ ഇതുപോലെ വെച്ച് ബുക്ക് എങ്ങാനും വായിക്കണമെങ്കിൽ വായിക്കാം. അതുപോലെ തന്നെ കിടക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തൊക്കെ വെച്ച് എപ്പോഴും ഓണാക്കും ഓഫാക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.